മലയാളത്തിന്റെ മനസ്സിൽ മധുരം പകർന്ന ഈണവിരുന്ന് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സ്നേഹ സംഗീത വേദിയിലേക്ക് കോഴിക്കോടിന്റെ പ്രിയ പാട്ടുകാരൻ എത്തുന്നു, ശ്രീദർശ്. മനസ്സിലായല്ലോ റിമിയെ? റിമിയെ എങ്ങനെയാ മനസ്സിലായത്? റിമി ടോമിയായിട്ട്. മോൻ എങ്ങനെയാണ് റിമിയെ ഇഷ്ടം? ഏത് രീതിയിലാണ്? മോന്റെ മനസ്സിലുള്ള ഓർമ്മകൾ എന്റെ പേര് പറയുമ്പോ വല്ല ഓർക്കുന്നുണ്ട്? കണ്ടിട്ട് സുന്ദരിയാണ്. ഇവന്റെ വീട്ടിൽ വളർത്തുന്ന ഒരു സ്പെഷ്യൽ ആടുണ്ട്. അത് ഇവൻ കാലത്ത് ഇങ്ങനെ കണ്ണൊക്കെ തുറന്നിട്ട് വരുമ്പോഴത്തേക്ക് ഇത് ഫ്രണ്ടിൽ വരും. മുഖം വെച്ചു ബാക്കി കാണിച്ചു കൊടുക്കേ എങ്ങനെയാന്ന്. പിന്നെ അടുത്ത ആടെങ്ങനെയാ കരയുന്നേ? സാധാ പോലെ. അതെങ്ങനെ? അത്രേ ഉള്ളൂ. എനിക്ക് ആകെ അറിയാവുന്ന ഒരു മൃഗം ആടാണ്. അത് ഒരുപാട് ആഡ്സ് ചെയ്യുന്നോണ്ടാണോ അറിയില്ല. സുശാന്തേ, നല്ല കാര്യങ്ങൾ ഞാൻ സത്യസന്ധമായി അറിയുന്നു. ഇനി ഇടട്ടെ അത്. ശരിക്കും എല്ലാരും കണ്ണടച്ച ആ കുഞ്ഞാടിനെ നിങ്ങൾക്ക് കാണാം. കണ്ണടച്ചോ. ഏത് പാട്ടാ പാടുന്നത്? സന്ധ്യക്ക് എന്തിനാ സിന്ദൂരം. മ്യൂസിക് ദക്ഷിണാമൂർത്തി സാർ. ഓക്കെ. എഴുതിയത് ശ്രീകുമാര തമ്പി സാർ. പാടിയത് ജയചന്ദ്രൻ സാർ. വെരി ഗുഡ്. താങ്ക് യു. നന്നായി പാടും. ഓൾ ദി ബെസ്റ്റ്. നല്ല ഉഗ്രം പാട്ടാ. താങ്ക് യു സാർ. സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം, കാട്ടാറിനെന്തിനു പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം. സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം, കാട്ടാറിനെന്തിനു പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം. സന്ധ്യക്കെന്തിനു സിന്ദൂരം. മായികമാകും മന്ദസ്മിതത്തിന്റെ മാറ്ററിയുന്നവരുണ്ടോ? മായികമാകും മന്ദസ്മിതത്തിന്റെ മാറ്ററിയുന്നവരുണ്ടോ? തങ്കമേ തങ്കമേ, നിന്നെ കണ്ടാൽ കൊതിക്കാത്ത തങ്കവും വൈരവുമുണ്ടോ? സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം. ഭൂമിയിൽ സ്വർഗത്തിൻ ചിത്രം വരയ്ക്കുന്നു കാമുകനായ വസന്തം. ഭൂമിയിൽ സ്വർഗത്തിൻ ചിത്രം വരയ്ക്കുന്നു കാമുകനായ വസന്തം. എന്നെ കാവ്യഗന്ധർവനാക്കുന്നു സുന്ദരി, എന്നെ കാവ്യഗന്ധർവനാക്കുന്നു സുന്ദരി, നിൻ ഭാവഗന്ധം. സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം, കാട്ടാറിനെന്തിനു പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം. സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം. നന്നായിരുന്നു മോനെ. താങ്ക് യു സാർ. നന്നായിട്ട് പാടി. കാരണം ഒത്തിരി അടപ്പുണ്ട് ശബ്ദത്തിന്.
ഇതിന്റെ ഇടയ്ക്കൊക്കെ ലാൻഡിങ് നോട്ട്സിൽ ഒരു ഹസ്കിനെസ് വരുന്നുണ്ട്. കാറ്റ് സാരമില്ല മോനെ, മോൻ നന്നായിട്ട് പാടി. പക്ഷേ ഇതിനിടയ്ക്ക് വരുന്ന സംഗതികളൊക്കെ മോന് വരാത്ത ചെറിയ ചെറിയ അനുപല്ലവിയുടെയും ചരണത്തിന്റെ എൻഡിൽ വരുന്ന സംഗതി, സിന്ദൂരം അവനറിയാം എങ്കിലും അങ്ങനെ കുറച്ച് ഇത് വന്നു. ഒന്ന് പാടി നോക്കാമോ മോനിപ്പം? സന്ധ്യക്കെന്തിനു സിന്ദൂരം. സബാഷ്. ആസാദ്യം. കുറച്ച് ചിട്ട അനുഷ്ഠാനങ്ങൾ ഇനി കുറച്ച് ദിവസത്തേക്ക് വേണം. ഒരുപക്ഷെ നമ്മുടെ ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികൾ ഉറ്റുനോക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് മോനെ. മക്കളെ, പാട്ടുകുട്ടി നല്ല പാട്ട് മോനെ. ഇതിപ്പോൾ ആദ്യം എനിക്ക് നന്ദി പറയേണ്ട ഒരാൾ ജയേട്ടനാണ്. അതിമനോഹരമായിട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട് ഈ ഒരു പാട്ട് മോനെ. അത് ഇടയ്ക്കിടയ്ക്ക് സിന്ദൂരം എന്ന് പറയുന്നുണ്ട് നീ മോനെ. അതുപോലെ ചന്ദ്രികക്കെന്തീനു അതില്ലേ, അങ്ങനെ ഉണ്ട്. അത് മോനെ അത് ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. മോൻ പാടിയെല്ലാം ഇത് തന്നെയാണ് കേട്ടോ. കാട്ടാറിനെന്തിനു പാദസരം, പാന്ന് വല്ലാണ്ട് തുറക്കണ്ട മോനെ, വാ. അതാണ് പ്രധാനമായിട്ടുള്ളത്. നീ എന്ത് മനോഹരമായിട്ട് പാടി, അസാധ്യമായിട്ട് പാടി. എങ്ങനെയാ ശബ്ദം അടച്ചത്? എന്തെങ്കിലും ചെയ്തിട്ടാണോ, വെയിൽ കൊണ്ടിട്ടാണോ, ഐസ് തിന്നിട്ടാണോ? ഇപ്രാവശ്യം അങ്ങനെയൊന്നുമില്ല. പിന്നെ എങ്ങനെ സംഭവിച്ചു? ഡോക്ടറെ കാണിച്ച് അന്നേരം ഓല് പറഞ്ഞ് വലുപ്പം വെക്കാണ്. തൊണ്ടയ്ക്കോ അകത്തോ? ട്രാൻസ്ഫർമേഷൻ. അതായത് വോയിസ് ചേഞ്ച് ചെയ്യുന്നു. ഞാൻ വരച്ച് ട്രാൻസ്ഫോമർ ഉണ്ടെന്ന് തൊണ്ടയില്. സുഖമായിട്ടിരിക്കുക, എല്ലാ ഐശ്വര്യം ഉണ്ടാകട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. മോനെ, എന്താ സാർ? ഉള്ള ശബ്ദേ നന്നായിട്ട് പാടുമ്പോൾ ഉപയോഗിക്കണം. അപ്പം അതിന് പ്രാക്ടീസ് കുറയ്ക്കുക, ശബ്ദം സ്ട്രെയിൻ ചെയ്യാണ്ട് മതി. അപ്പം ശബ്ദം നന്നായിട്ട് പാടാൻ പറ്റുന്ന മോനാണ് നീ. നന്നായിട്ട് പാടി ഈ പാട്ട്. നിസ്സാര ചില ഏരിയകൾ മാത്രമേ പെർഫെക്റ്റായിട്ട് പുറത്തേക്ക് കേൾക്കാണ്ടിരുന്നുള്ളൂ. അത് നിൻ്റെ ശബ്ദാടവപ്പ് കൊണ്ടാണ്. നിനക്കതൊക്കെ അറിയാം. വോയിസ് റെസ്റ്റ് ചെയ്ത് നന്നായിട്ട് പാടി ശീലിക്കുക. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഒരു സിംഗറിനെ സംബന്ധിച്ച് ഏറ്റവും വിഷമമുള്ള കാര്യം എന്താണെന്ന് പറയട്ടെ, ആ സൗണ്ട് അടഞ്ഞിരിക്കുമ്പോൾ പാടേണ്ടി വരുന്നത്, അതും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനൊക്കെ അപ്പോഴേ വരുള്ളൂ. അപ്പോൾ പാടേണ്ടി വരുന്നത് അതാണ് അവർക്ക് സഹിക്കാൻ മേലാത്ത ഒരു സങ്കടം. പ്രത്യേകിച്ച് മത്സരവും കൂടെയൊക്കെയാണെങ്കിൽ പറയാൻ വേണ്ട. മോനെ, എന്ത് നല്ല പാട്ട്! ഇതിൻ്റെ വരികളോട് വീണ്ടും വീണ്ടും ഒരു പ്രണയം തോന്നിപ്പോവുകയാണ്. ശ്രീകുമാരൻ തമ്പി സാറിന് ഒരു വലിയ നമസ്കാരം. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫംഗ്ഷൻ ഈ ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞതുള്ളൂ, ഓഗസ്റ്റ് 31 അല്ലേ സാറേ? അതെ ശ്രീകുമാരൻ തമ്പി പുരസ്കാരം നമ്മുടെ ലാലേട്ടനായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പാടി. അതെ, ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പം ഈ വരികൾ വെറുതെ അല്ല ഇവരെ പോലുള്ള ആൾക്കാർ ലെജൻഡ്സ് എന്ന് വിളിക്കുന്നത്. അത് മാത്രമല്ല റിമി, കണക്കോ മനസ്സിൽ വരികള് ആണുങ്ങളെ സഹായിക്കാനും കൂടെ തമ്പി സാർ എഴുതിയതായിരിക്കണത്. സന്ധ്യക്ക് എന്തിന് സിന്ദൂരം, ചന്ദ്രികയ്ക്ക് എന്തിന് വൈഡൂര്യം, കാട്ടാറിന് എന്തിന് പാദസരം, അതുപോലെ എനിക്ക് കൺമണിക്ക് എന്തിന് ആഭരണം. സ്വർണ്ണം ഒന്നും ചോദിക്കലേ, ഭയങ്കര വിലയാ. അപ്പൊ അന്നേ കണ്ടിരിക്കുന്നു അദ്ദേഹം. ദീർഘദർശിയാ സാറ് തമ്പി സാർ. ഇതെല്ലാം മനസ്സിലായല്ലോ. ഇഞ്ചി അല്ലല്ലോ കരിപ്പെട്ടിയില് അല്ല, ഇഞ്ചി നല്ലതാണ് കേട്ടോ. ഇഞ്ചി അസിഡിറ്റി ഉണ്ടാവാൻ, അസിഡിറ്റി വലിയൊരു വില്ലനാണ് പാട്ടുകാരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ. അതുപോലെ കരിപ്പെട്ടിയിൽ നെയ്യ്, പിന്നെ വേറെ ആൾ പറഞ്ഞേക്കുന്നത് ഇരട്ടി മധുരവും തേൻ പറഞ്ഞ പെട്ടെന്ന് എൻ്റെ ഒരു ഈ വളരെ വിഷമിച്ച ഒരു കാര്യം. ഈ അടുത്ത് ഞാൻ വളരെ ദുബായി പോയിട്ട് ഇങ്ങനെ ഒരു സൂപ്പർ പല തേൻ, ഒരു 50 വെറൈറ്റി തേനുള്ളൊരു കട, അവിടുന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒരു ഇഞ്ചിയുടെ തേൻ തപ്പി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡെപ്പിൽ. അപ്പം ഞാനിങ്ങനെ നുണഞ്ഞൊക്കെ എനിക്ക് ഭയങ്കര ടേസ്റ്റ് ഇഞ്ചിത്തേൻ. ഈ സ്വർണ്ണം സൂക്ഷിച്ച് വെക്കുന്ന പോലെ ഞാൻ ആ ഡപ്പയിലിട്ടിട്ട് അധികം യൂസ് ചെയ്യുന്നില്ല. ഇച്ചിരി നക്കും ഇച്ചിരി കാപ്പിക്കകത്തൊക്കെ ഇടും. മറ്റേ എനിക്ക് അത്ര ഇഷ്ടം. പക്ഷെ 2 ദിവസം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതന്നെ നമ്മുടെ വീട്ടിൽ ക്ലീൻ ചെയ്യുന്ന ചേച്ചിക്ക് എന്ത് പന്ന ഡപ്പ കണ്ടാലും അപ്പം എടുത്ത് കളയണം. നല്ല ഡപ്പയാണ്, നമുക്ക് പേടിയാണ് പിറ്റേ ദിവസം അവിടെ സാധനങ്ങളുണ്ടോന്ന്. പുള്ളിക്കാരത്തേക്ക് അവിടെ വേസ്റ്റ് ഇരിക്കുന്നു, ഒന്നും ഇഷ്ടമില്ല. ഒരു ദിവസം പിറ്റേ ദിവസം ഞാൻ കഴിച്ചിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേക്ക് ഇഞ്ചിത്തേം കാണുന്നില്ല. ചേച്ചി പറഞ്ഞത് ഇത്തിരി മുമ്പ് ഞാൻ വേസ്റ്റിന്റെ പുറകെ ഓടി. അപ്പോഴെന്ത് ചെയ്തു, ആ വലിയ ലോറി വന്ന് എല്ലാ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, അവരും കൊണ്ടുപോയി കളഞ്ഞു. എന്റെ ഇഞ്ചിത്തേൻ നിമിഷ നേരം കൊണ്ട് ഇനി ദുബായിൽ ചെന്നാലേ ആ ഇഞ്ചിത്തേൻ എനിക്ക് കിട്ടത്തുള്ളൂ. ഇപ്പൊ ഇവിടുത്തെ ലോക്കൽ തേനും ഭക്ഷിച്ചിരിക്കും. ഞാനും എനിക്ക് തേനും വെച്ചൊരു സാധനം ഉണ്ടാക്കിയിരുന്നു. അതെന്ത് വരുന്നു? തേന് നാരങ്ങ വീഞ്ഞ്, തേനില് നാരങ്ങ, എന്നിട്ട് ത്രിപുര സുന്ദരി ആ സാധനത്ത് ഇളക്കിയിട്ട് തിരിത്തിരിട്ട് നക്കും. എന്നിട്ട് അങ്ങനെ തൊണ്ട അടച്ചത്. അല്ല, അങ്ങനെ തുറക്കാൻ എന്തോ ട്രിക്കാന്ന് പറഞ്ഞിട്ട്. ഇനി തുറന്നോ? അന്നേരം തുറന്നു.
മോനിപ്പം നന്നായിട്ട് പാടി. ഇനി റൂമിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്പൂൺ തേന് കഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ചെയ്ത് നോക്കും. ഇവിടെ ഒരു ചൂട് ഫീൽ ചെയ്യും. ആണെങ്കിൽ മാത്രം ഇത് വീണ്ടും ഉപയോഗിക്കുക. ഓക്കെ? പൊള്ളിയ നമ്മള് തേനാക്കൂല്ലേ? അന്ന് വല്ല ആവശ്യമുണ്ടോ കൈയൊക്കെ പൊള്ളിയ തേൻ തേച്ച് അങ്ങനെ ഞാൻ അത്രയൊന്നും അവൻ ചിന്തിച്ചില്ല. അവൻ തൊണ്ട പൊള്ളുവെന്നാ പറഞ്ഞ അണ്ണന്റെ തേൻകാരൻ. അണ്ണൻ അവനൊരു ഒന്നുമില്ല കേട്ടാ. ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല കേട്ടോ. ആടി ഒരു ശ്രീധർ പൂക്കുറ്റി. താങ്ക് യു സാർ. ഇവൻ വന്ന ഇവനെക്കാളും കൂടുതൽ സ്ട്രെയിൻ നമ്മക്ക്. മക്കള് പൊക്കോ, തേൻ ഞാൻ വാങ്ങി വെക്കുന്നു. പൊക്കോടെ. കുഞ്ഞുകൂട്ടിലെ കുസൃതിക്കുട്ടൻ നമ്മുടെ ഇജോ കുട്ടൻ എത്തിയാണ്. വെൽക്കം ഈ മാൻ ഓൺ സ്റ്റേജ്. ഈജോ കുട്ടൻ. ആഹാ. ഹായ് മോനെ. ഹായ്. ഹലോ. How are you? How are you? ഐ എം ഫൈൻ, താങ്ക് യു. ഇതാരാ മോനെ? ജെൻ മാസ്റ്റർ. ഏ? വിദ്യാരാജൻ മാസ്റ്ററോ? വിദ്യാരാജൻ. വിദ്യാധരൻ മാസ്റ്റർ. വിദ്യാധരൻ മാഷ്. ഇതാരാ? ഇതാ റിമി ടോമി ആന്റി. ഇഷ്ടമാണോ മോനെ? ഞാൻ ചോദിച്ചോട്ടെ ഒരു സെക്കൻഡ്. എനിക്ക് മോൻ ഇഷ്ടമാണോ? എല്ലാവരും ഇഷ്ടം അതല്ല അങ്ങനെ എനിക്ക്. പൊതു സ്വഭാവം പറയരുത്. മോൻ ഇഷ്ടമാണോ? ആണ്. ലച്ചുകുട്ടിയാണോ അതോ റിമിയാണോ ഇഷ്ടം? ലച്ചുകുട്ടിയാണോ? ലച്ചുകുട്ടിയെക്കാട്ടി സുന്ദരിയാണ് റിമി. തീർച്ചയായിട്ടും. അല്ല, ഇഷ്ടമാണോ? അപ്പൊ കാണുന്നോനെ വെള്ളം വരുവോ? മോൻ പിന്നെ കണ്ണീന്ന് വെള്ളമല്ല പാല് വരുവോടാ? പറഞ്ഞോ, കാരണം വേറൊന്നും ഇല്ല. പറഞ്ഞോടാ, ഇത് കാണാനൊന്നും പോകുന്നില്ല. റിമി ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു കുട്ടിയാണ്. കുട്ടിയോ? ഒരു തള്ളയാ. ഒരു പെൺകുട്ടിയല്ലേ? എടാ, ഒരു പെൺകുട്ടിയല്ലേ? വമ്പനാ. ആ, വമ്പനായിക്കോട്ടെ. ഇപ്പൊ ലച്ചുകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ 5 പൈസ ഇല്ല. 5 വയസ്സില്ല, പക്ഷെ അവളുടെ അമ്മേന്റെ കയ്യിൽ 200 ഉണ്ടല്ലോ. അത് അമ്മയുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്, അവിടെ ഇല്ലല്ലോ. ദേ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പൈസയുണ്ട്, യാത്രയുണ്ട്, വലിയ പാട്ടുകാരിയാണ്. അവളും പാട്ടുകാരിയല്ലേ? ഇഷ്ടമാണോ അല്ലേ? ലച്ചുവിനെയാണ് ഇഷ്ടം, എനിക്ക് മനസ്സിലായി. അയ്യോ, ഫീൽ ചെയ്ത് പറയടാ, ഐ ലവ് യു എന്ന് പറ. ഐ ലവ് യു. അങ്ങനെയല്ല, എന്നോട് കെട്ടി പിടിച്ചിട്ട് വരണം. ഐ ലവ് യു. അങ്ങനെയല്ല, ഉള്ളിന്ന് വരട്ടെ ഐ ലവ് യു. ഉള്ളിന്നോ? എടാ, അത് ആത്മാവിന്ന് പറയണം. ആ ഫീല് വരണം. ആത്മാർത്ഥമായിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി. അയ്യോ, ഞാൻ പഠിപ്പിച്ചില്ല. അണ്ണൻ പഠിച്ചു. ഐ ലവ് യു. ഐ ഇത് കള്ളന്മാര് പറയുന്നു. ഇല്ല, ഇഷ്ടപ്പെട്ടില്ല. ചെറിയൊരു ഇഷ്ടം വരുന്നുണ്ട്. കുറച്ചുകൂടെ. ഐ ലവ് യു. കൊച്ചു കുറുമ്പ, നീയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുറുമ്പൻ എന്ന് എനിക്കൊരു റിപ്പോർട്ട് കിട്ടി. ലച്ചുകുട്ടിയല്ല, റിമിയാണ് ഇഷ്ടം. അപ്പൊ എന്തായാലും ലച്ചുകുട്ടിയും താരക്കുട്ടിയും ഒക്കെ പോയി, ഇപ്പൊ റിമിയായി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒരു വലിയ കഴിവാണ് റിമി. ഒരു സമയം 5 കുട്ടികളെയാണ് അവൻ നേരത്തെ നിർത്തി ഉള്ളം കയ്യിൽ കൊണ്ടുനടന്നു. ഉള്ളം കൈ കൊണ്ടിരുന്നതിന്റെ ഉറുമ്പോ? ഉറുമ്പ കടിക്കും മക്കളെ. ഇത് ഒരൊറ്റ ആൺതരിയും ബാക്കിയുള്ള എല്ലാ പെൺതരികളും ഇവനെ ഇട്ട് അറ്റാക്ക് ചെയ്യും. അവനെ ഉപദ്രവിക്കും. എനിക്ക് അറ്റാക്ക് ഒന്നുമില്ല. അവനെ ഉപദ്രവിക്കും ചേച്ചി. മറ്റേ ഉപദ്രവിക്കുന്ന വെച്ചാൽ ഈ അറ്റാക്ക് അല്ലല്ലേ പറഞ്ഞേ? ഇതൊക്കെ പിള്ളേർക്ക് അറിയാലോ, ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നല്ലേ. അപ്പം ഇപ്പം റിമി ടോമി ആയി നിൽക്കുകയാണ്. ശരി, റിമി ടോമിക്ക് എന്ത് കൊടുക്കും നീ? എന്ത് തന്നാലും മക്കളെ തന്നു. സ്നേഹത്തോടെ വന്നാൽ ഞാൻ മേടിക്കും. നല്ലൊരു ഉമ്മ കൊടുക്ക്, ഒരു ഫ്ലൈങ് ഉമ്മ തന്നാ മതി. ഒരു ഫ്ലൈങ് കിസ്. മക്കളെ, ഉമ്മയുടെ ശബ്ദമല്ലല്ലോ ഇത്, വേറെ ശബ്ദമാണ്. ഇത് പോരാ, എനിക്കിവിടെ അടുത്ത് വന്ന് ഓടി വന്നൊരു ഉമ്മ വന്നിട്ട് പോ. സ്നേഹത്തോടെ. ആള് സുന്ദരനാട്ടോ, അടുത്ത് കണ്ടപ്പോ മുടി ഹെയർ സ്റ്റൈലൊക്കെ നോക്കി ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് താ ഉമ്മ താ. ഐ ലവ് യു. എന്റെ വീട്ടിലൊരു കുട്ടാപ്പി ഉണ്ട്, അതുപോലെ എനിക്ക് തോന്നി. അപ്പൊ ഏത് പാട്ടാണ് മോനെ? മാടപ്രാവേവാ. ഓ, മക്കളുടെ സ്വഭാവത്തിന് പറ്റിയ പാട്ടാ. എന്റെ വീട്ടില് പ്രാവ് ഉണ്ടായിരുന്നു, തത്തമ്മ. അത് ഉണ്ടായിരുന്നോ? അതിന് ഒരു ദിവസം നമ്മള് കൂട്ടിലിട്ടോണ്ടിരിക്കുമ്പോ ഒരു മരപ്പട്ടി വന്നിട്ട് അതിനെ പേടിപ്പിച്ച് ചത്തുപോയി. അപ്പൊ നല്ല പാട്ടാണ് മാടപ്രാവേവ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം മക്കൾക്ക്. ഇത് അത് ഞാൻ ആലോചിച്ച്
പറഞ്ഞുതരാ. ആ. സിനിമ മാ മദനോത്സവം, വെരി ഗുഡ്. പിന്നെ മ്യൂസിക് സ സലിൽ ചൗധരി, വെരി Very ഗുഡ്, good. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ലിറിക്സ് ONV കുറുപ്പ് സാർ, Very good. പിന്നെ പാടിയത് യേശുദാസ്. ഫാന്റാസ്റ്റിക് മോനെ, ഫാന്റാസ്റ്റിക്. അപ്പൊ എന്തായാലും നമുക്ക് ഇനിയിപ്പോ പാട്ടിലോട്ട് കയറാം. ആണല്ലോ, നമുക്ക് പാടിയാലോ? പാടാം. മാടപ്രാവേ തുടങ്ങാം. പാടിക്കോ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു. മാടപ്രാവേ വാ, ഒരു കൂട് കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കാൻ വാ. മാടപ്രാവേ വാ, ഒരു കൂട് കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കാൻ വാ.
ആഹാ. വില, 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 വില. ഇജോക്കുട്ടാ എന്തോ എന്നാ പാട്ടാ ഇത്? താങ്ക് യു. അങ്ങ് കീറുകല്ലയോ നിന്നോണ്ട്? എന്നാ പാട്ടാ ഇത്? ഇതെങ്ങനെ പറ്റുന്നത്? ഇതെങ്ങനെ പറ്റുന്നു? ഇതൊക്കെ പാട്ട് പഠിക്കും, പിന്നെ നാവ് കൊണ്ട് പാടും, അത്രേ ഉള്ളൂ. നാവുണ്ട്. എന്താ പറയുന്നത്? കാരണം ഇങ്ങനെ പാടാൻ പറ്റുന്നു. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് എനിക്ക് പറ്റുന്നില്ല. മോനിപ്പോ പാടിയില്ലേ? ഏതാണ് പിന്നെ മാരിയിൽ കൂടെ? അതൊന്ന് പാടിക്കേ. മാരിയിൽ വേനലിൽ കൂടെ വരാമോ, നോക്ക് പറ്റുമോ? മാരിലെല്ലാം ചൂടേറ്റു രാമുറങ്ങാമോ, ഓഹോ. ഈ മുളക്കൂട്. അയ്യോ, എനിക്ക് അത് പറ്റില്ല. എനിക്ക് പറ്റത്തില്ല. പറ്റത്തില്ല. അത് അപ്പൊ പറ്റത്തില്ല. ലാലേട്ടന്റെ കുറെ പാട്ടുകളൊക്കെ പാടി തന്നു. അത് ഞാനല്ലല്ലോ പാടിയത്, ലാലല്ലേ പാടിയത്. വേൽമുരുക പാട്ട് എംജി ഞങ്ങള് പാടി. ഇല്ലടേ, അത് ചുമ്മാ അതെ. എല്ലെന്ന്. ലാല് പാടും നന്നായിട്ട്. പിന്നെ ലാല് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു പ്രൊമോഷൻ കിട്ടാൻ എന്റെ പേര് വെച്ചോളാൻ പറഞ്ഞു. അത് പോയി പറയല്ലേ, ഒരാള് കാപ്പ് വെക്കരുത് മോനെ. ചതിക്കരുത് നീ. മക്കളെ ഞാൻ ഞാൻ ഇതുകൊണ്ടല്ലേ പാവല്ലേ ജീവിക്കുന്നത്. ഞങ്ങള്. ചോറ് നിന്ന് ജീവിക്കണം. അങ്ങനെ ഭക്ഷണം അല്ല, കഴിച്ചാലേ ചോറ് അല്ല, ചുമ്മാ ആരെങ്കിലും ഫ്രീ ആയിട്ട് കൊണ്ട് തരുമോ? പൈസ കൊടുക്കണ്ടേ? ജോലി മേടിച്ചൂടെ? ഇതാ എന്റെ ജോലി. ഇതാണോ ജോലി? ആ മോഹൻലാല് പാടും എന്നിട്ട് എന്റെ പേര് വെക്കും. പേര് വെക്കും. എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ പറ്റും. എംജി ഞങ്ങൾ വേർപ്പിന്റെ സത്യം ഒന്ന് വിളിച്ച് പറയല്ലേ. എംജി ഞങ്ങൾ വേർപ്പിന്റെ അസുഖമുണ്ട്, അതുകൊണ്ട് അതെ, ജോലി എനിക്ക് വേർക്കുന്ന ഇഷ്ടമല്ല. ഇല്ല, അവിടെ എവിടെയും പറയരുത് ഇത്. ഇല്ലേ? അത്രേ ഉള്ളൂ. എന്റെ കുഞ്ഞെ അസാധ്യമായിട്ട് പാടി. താങ്ക് യു. ഇപ്പോഴാണ് ശരത്തങ്ങളുടെ മനസ്സിൽ ചുമ്മാതല്ല ഈ പെമ്പിള്ളാർ നിന്നെ ചുറ്റി ചുറ്റി വരുന്നതെന്ന്. ഇങ്ങനൊക്കെ പാടിയാല് ആരാണെങ്കിലും വരും. ഇപ്പൊ മീനുട്ടി അങ്ങ് വരുമെന്ന് ഞാൻ വരും. മോന്റെ കൂടെ. എനിക്ക് ഇഷ്ടമാ ഇജോക്കുട്ടനെ. ഇന്ന് മറ്റേ അടുത്ത് നിൽക്കുന്ന ഈ ആന്റിയും വരും. മാറ്റിപ്പറ. ആന്റി അല്ല, അങ്കിളാ. അടുത്ത നിൽക്കുന്ന അങ്കിളും കൂടെ വരും മക്കളെ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ആ. ഐ ലവ് യു. ഐ ലവ് യു. എന്തായോ? മോനെ എന്തോ നന്നായിട്ട് പാട്ട് പഠിക്കാട്ടാ. ആ മോൻ ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2-ല്. 2-ല്. 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും ഗംഭീര പാട്ടുകാരായിട്ട് വരണം കേട്ടോ. ആ നല്ലോണം പാടുക. വർത്താനം കുറച്ച് പറഞ്ഞു കേട്ടാ. ആ ഗംഭീരമായിട്ട് പാടാൻ പാട്ടുകാരനാവട്ടെ. ഓക്കെ. നിനക്ക് അങ്ങനെ തന്നെ വേണം. നിനക്ക് അങ്ങനെ തന്നെ വേണം. മോനെ ഇവൻ, ഞാൻ നിന്നെ ഇവൻ എന്ന് വിളിക്കും, കുഴപ്പമുണ്ടോ? ഇവൻ ഇവൻ. മോനെ നിന്റെ അനിയന്റെ പേര് ലെവൻ എന്നാണോ? എന്റെ അനിയത്തിയാണ്. എല്ലാരും വീട്ടിൽ അന്വേഷിച്ച് പറയണം. ചക്കര നന്നായിട്ട് പാടി. ഉമ്മ എനിക്ക് നിന്നെ അങ്ങ് ഭയങ്കര ഇഷ്ടം. ഞാൻ നിന്നെ കടിച്ച് പറിക്കും. ഞാൻ നിനക്ക് തിന്നും. ഈ എപ്പിസോഡ് കഴിഞ്ഞ് ഇപ്പൊ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ റിമി വന്ന് കടിച്ച് പറിക്കും നിന്നെ. ഓക്കെ ഡേഞ്ചറസ് ഗേൾ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ ഇവാൻ കുക്കുറ്റി. പേടിക്കാടാ. പാട്ടിന്റെ ചന്തം പകർന്ന് പട്ടാമ്പിക്കാരി കൃഷ്ണ. കൃഷ്ണ എന്താ സാർ? കുട്ടി, കൃഷ്ണനുണ്ണി നല്ല ഡ്രസ് കേട്ടോ, നല്ല കളർ, താങ്ക് യു സാർ. നല്ല രസമുണ്ട്. ശബ്ദമൊക്കെ എപ്പിടി ഇருக்கு? സൗഖ്യമാ? ആ നല്ല സൗണ്ടാണ്. നല്ല രസമുണ്ട്. നല്ല സൗണ്ടാണ്. മക്കളെ ഒരു ഡിഫറെന്റ് ആയിട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ. അതെ, ഐ ലവ് പട്ടാമ്പിയിൽ യു. എല്ലാവർക്കും സുഖമാണ്. ഓ വെറൈറ്റി. നല്ല സുഖം. അല്ല ഇവിടെ അടുത്ത് ചോദിച്ചാൽ സുഖം എന്ന് പറയുന്നത് അത് കേൾക്കുന്നതാണ് നല്ലതായത്. എനിക്ക് അതിനെക്കാട്ടി വെറൈറ്റി ഒരെണ്ണം ഞാൻ ചോദിക്കട്ടെ. ഇന്ത്യക്കാർക്ക് സുഖമാണ്. അല്ല, മോള് പാടാൻ വന്നാണോ? ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും. മോള് ഏത് പാട്ടാ പാടുന്നത്? മലയാളം. മക്കളെ പാട്ടൊക്കെ പറഞ്ഞു. ഡീറ്റെയിൽസ്. സന്ധ്യ കണ്ണീരിതെന്തേ? എന്റെ അമ്മാവന്റെ പാട്ടാ. സന്ധ്യ. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. മാഷിന് അറിഞ്ഞൂടാ അണ്ണന്റെ അമ്മാവനാന്നുള്ള. സലിച്ചവര് എന്റെ അറിഞ്ഞൂടെ? ഒരു വകയിൽ എന്റെ അമ്മാവനായിട്ട് ദേഷ്യം വരുന്നു. മിണ്ടാതിരിക്കുന്നു. ഈ പാട്ട് പേടിച്ചിട്ട് ഫീമെയിൽ സിംഗേഴ്സ് പാടിയല്ല. എന്താന്ന് പറയട്ടെ, ഒരു എന്തോ കൂടെ എന്തായാലും എവിടെ ആര് പാടിയാലും വരും. സന്ധ്യേ എന്തോ. ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് രണ്ടുപേരെങ്കിലും പാടിയിരിക്കും. ഗാനമേളയ്ക്ക്. ഗാനമേളയ്ക്ക്. ശരി, അപ്പം ചിത്രം മദനോത്സവം. ശരി. സംഗീതം സലീൽ ചൗധരി സാർ. രചന ONV കുറുപ്പ് സാർ. ഗായിക ജാനകിയമ്മ. ആഹാ, ഈ കൂടുതൽ എന്ത് വേണം മക്കളെ? ഓ, ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
കിഷ എന്താ സാർ? അതിമനോഹരമായിട്ട് പാടി കേട്ടോ. Thank you, sir. എനിക്ക് ആ പാടെ 1-2 കാര്യങ്ങളെ പറയാനുള്ളൂ. മുത്തുകോർക്കും തുടക്കം അത്, പിന്നെ രണ്ടാമത് പാടിയപ്പോൾ ശരിയായി, പറയണമല്ലോ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. പിന്നെ വിഷാദ എന്നുള്ള കട്ട് ചെയ്ത് നിർത്താതെ, മോക്ക് ശ്വാസത്തിന് ഇത്തിരി കുറവുണ്ടെന്ന് തോന്നുന്നു, ഒരു പൊടി. പക്ഷെ പാട്ടിലൊന്നും അറിയില്ല, ക്ലീനായിട്ട് പാടിയിട്ടുണ്ട്, ഒരു മനുഷ്യനും അറിയത്തില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവും മോക്ക് ശ്വാസത്തിന് ബ്രത്ത് കുറച്ചൊരു പൊടി കുറവാണ്. ഓർക്കും പോലെ വിഷാദ സുസ്മി എടുക്കാൻ സ്ഥലമുണ്ട് കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് അനുപല്ലവിൽ മാത്രം, അതൊരു വിഷയമേ അല്ല. പക്ഷെ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ മോൾക്ക് പറഞ്ഞു തരുന്നു. അപ്പം മോൾ ഇനിയിപ്പോൾ ഫിനാലെ എന്ന് പറയുന്നത് വളരെ അടുത്താണ്. അതുകൊണ്ട് ശബ്ദം കുറച്ചുകൂടെ ഒരുപാട് സംസാരിക്കാതെ, ഒരുപാട് പ്രാക്ടീസ് ചെയ്യാതെ, ഓവർ പ്രാക്ടീസ് കൊടുക്കാതെ ഒന്ന് കൺട്രോൾ ചെയ്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവാ ഒരു 10-15 ദിവസം കൂടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. മക്കളെ കുഞ്ഞെ, എന്താ സാർ? ബ്യൂട്ടിഫുൾ സോങ്. ഈ സെലക്ഷന് മോക്ക് 1,00,000 മാർക്ക് കേട്ടോ. അസാധ്യ പാട്ട്. അയ്യോ, അത് പിന്നെ പറയേണ്ട കാര്യമില്ല. വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ഫ്രാൻസിസേ, മനോഹരം ഫ്രാൻസിസ്, അസാധ്യം. എക്സാക്ട് ഫീലാണ് ഫ്രാൻസിസ്. അതുപോലെ ഓർക്കസ്ട്ര, നിങ്ങൾ എല്ലാവരും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ടോപ്പ് ബാൻഡ് എല്ലാവരും അസാധ്യമായിട്ട് വായിച്ചു. മക്കളെ, അതുപോലെ ഈ നിൽപ്പു രജനീഗന്ധി ഒന്ന് പാടാമോ പെർഫെക്റ്റ് ആയിട്ട്? അത് നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനീഗന്ധി. അത് ഒരു സമാധാനം, അതിനൊരു കൂൾ അവസ്ഥ വേണം. ഇപ്പം രജനീഗന്ധി ഞാനിത് പോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ള അവസ്ഥ അല്ല, അതിന് കുറേ കൂടെ ക്ലാരിറ്റി മോളെ കേട്ടോ. ഇതൊക്കെ പറയുന്നത് നിങ്ങൾ ഇതിപ്പോൾ ഏത് സ്റ്റേജാണ്? സെമിഫൈനൽ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്രയ്ക്ക് നമ്മൾ അതിന് കർക്കശമായിട്ട് പറയത്തില്ല. മോളെ കൊണ്ട് പറ്റും. മോൾ അത്ര ടാലൻറ്റഡ് ആണ്. കുഞ്ഞ് നിന്ന് പാടുന്നത് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. മക്കളെ, എന്തെങ്കിലും താങ്ക് യു സോ മച്ച് മുത്തേ. ലവ് യു. ലവ് യു ടു സർ. മ്യൂസിക്കിന്റെ ഒരു പവർ അല്ലേ. അത്രയും നമ്മൾ ചിരിച്ചോണ്ടിരുന്നിട്ട് ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഈ പാട്ട് പാടിയാൽ വേണമെങ്കിൽ നമ്മൾ അങ്ങനെ തകർന്നു പോകുന്ന പോലത്തെ ഭയങ്കര ഒരു ഫീല്. അതാ ഒരു പാട്ടിന്റെ ഒരു മ്യൂസിക്കിന്റെ ഒരു ഇത്. ഈ സ്ട്രെസ് എന്ന് പറഞ്ഞ സാധനം കൂടിയാണ് വലിയ മാരകമായ രോഗങ്ങളെല്ലാം കൂട്ടുന്നത്. അപ്പൊ അത് കുറയ്ക്കണല്ലോ. ഏറ്റവും വലിയ മെഡിസിന് തുല്യമായ ഒരു സംഭവമാണ് ഈ മ്യൂസിക് കേട്ടോ. അത് മനസ്സിലാക്കണം. മോൾ എത്ര വലിയ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. കുട്ടി അറിയുന്നുണ്ടോ ഇത്? അറിയുന്നുണ്ട്. അപ്പൊ താങ്ക് യു ഇല്ലേ? കഴിഞ്ഞു. താങ്ക് യു മാം. ഓക്കേ. മോളെ, എന്താ സാർ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9. എന്തായാലും നന്നായി പ്രാക്ടീസ് ചെയ്ത് എല്ലാ വെറൈറ്റികളും പാടി പഠിക്കുക. നല്ല ഭാവിയുണ്ട് മോൾക്ക്. നല്ല ടാലൻ്റ് ഉള്ള കുട്ടിയാണ്. ഈ പാട്ട് അതിമനോഹരമായിട്ട് പാടി എന്തെങ്കിലും പറയണ്ടേ എന്നുള്ള നിലയ്ക്ക് ചില നിസ്സാര കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളവർ അത്രേ ഉള്ളൂ. വെരി ട്രൂ. പക്ഷെ പാട്ട് ടോട്ടൽ ഇങ്ങനെ പറയാനുള്ള ഒന്നുമില്ല സത്യത്തിൽ. പാടിയപ്പോഴും അത്ര നന്നായിട്ട് പാടിയിട്ടുണ്ട്. എന്നാലും പരിപൂർണമായിട്ട് ശ്രദ്ധ ഇനി വരുന്നതിന് വേണ്ടി പറഞ്ഞ് മനസ്സിലാക്കിയതാ കേട്ടോ. അപ്പൊ ഗംഭീരമായിട്ട് പാടുക, നല്ല പാട്ടുകാരിയായിട്ട് വരും കേട്ടോ. എനിക്ക് മാഷേനെ അറിയാം. അയ്യോ, ഞാൻ ആദ്യം കാണുക. അല്ല, കഴിഞ്ഞ സീസണിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, നിലവിളിയായിരുന്നു കണ്ടവിടെ. മാഷെങ്കിലും മാഷ് ഈ പാട്ട് പാടിയില്ലേ, മഴ ചാറും ഇടവഴിയിൽ? അതിന്റെ മ്യൂസിക് ചെയ്തത് ശിവരാമ മാഷല്ലേ? അതെ, ഞാൻ ശിവരാമ മാഷിന്റെ അടുത്ത പാട്ട് പഠിക്കുന്നേ. മഴ ചാറുവിടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ കിളിവാലം കിളിയുടെ കൂവൽ പോൽ പോൽ പോലെ താര വന്നോളെ, എൻ്റെ താര വന്നോളെ, മഴ ചാറുവിടവഴി നിഴലാടും കൽപ്പടവിൽ. അത് പാടിക്കപ്പോള് നിനക്കറിയോ? പാടിക്കാൻ അത്ര മഴ ചാറും ഇടവഴിയിൽ. ഓ, വെരി ഗുഡ്, നന്നായി കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. അപ്പൊ കിഷ, എന്താ സാർ? ഞാൻ മാർക്ക് ഞങ്ങളിവിടെ എഴുതി വെച്ചിട്ടുണ്ടേ. ഓക്കെ, ആടി ഒരു കിഷം പൂക്കുറ്റി. താങ്ക് യു സാർ. താങ്ക് യു സാർ. ടോപ്പ് സിംഗർ സെമി ഫൈനല്
അവരെ പാട്ടൊക്കെ കേൾക്കാൻ കഴിഞ്ഞു. എന്തായാലും ഗംഭീരമായിട്ട് പാടുന്ന കുട്ടികളാണ്. അവരെ നിങ്ങളെല്ലാവരും ഇനിയും മോൾഡ് ചെയ്ത് നന്നാക്കുക. പറ്റാവുന്ന ആൾക്കാർ ആരൊക്കെയാണ് വരികയെന്നറിയില്ലല്ലോ. എന്തായാലും ഫ്ലവേഴ്സിൻ്റെ ഈ അറ്റംപ്റ്റ് വളരെ നന്നായി. എല്ലാവർക്കും തൃപ്തിയാവുന്നത് ഈ കുട്ടികളുടെ പാട്ടും. ഇനിയിപ്പോൾ ഫൈനലൊക്കെ ആരാ വരികയെന്നറിയില്ലല്ലോ. എന്തായാലും ഫൈനൽ വന്ന് ഗംഭീരമായിട്ട് ജനങ്ങൾ സ്വീകരിക്കട്ടെ. ഈ ഷോ എല്ലാവരും കാണുന്നതാണ്. കാരണം ലോകമെമ്പാടുള്ളവർ മുഴുവൻ കാണുന്ന ഷോ ഇത് തന്നെയാണ്. എന്തായാലും ഇതിൽ പങ്കെടുത്തു, നമുക്ക് അവരെ പാട്ട് കേൾക്കാൻ പറ്റി എന്നുള്ളത് വലിയ കാര്യമായി. സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്നായി പാടട്ടെ. താങ്ക് യു മാഷെ. അതുപോലെ തന്നെ മാഷർക്ക് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് സംസ്ഥാന അവാർഡ് മികച്ച ഗായകന് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മറ്റ് അവാർഡുകൾ ഒരുപാട് കിട്ടിയെങ്കിലും സംസ്ഥാന അവാർഡ് ആദ്യമായിട്ട് കിട്ടുന്നത് അത് കിട്ടുന്നത് പാട്ടിനും. അത് പാട്ട് പാടുന്ന ഗായകനായിട്ടാണ്. അത് വലിയൊരു ഗിന്നസ് റെക്കോർഡ് ആവും. അത്രയും ഏജ് ആയിട്ടുള്ള ഒരാൾക്ക്. മാഷക്ക് ഇപ്പൊ എത്ര വയസ്സായി? വലിയ വയസ്സൊന്നും ആയില്ലല്ലോ. 79 79 79 ഷോ പറയാൻ പാടില്ല. പറയാൻ പാടില്ല. ഞങ്ങൾക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല മാഷെ. 5 മാസം കൊണ്ട് കഴിഞ്ഞാൽ അപ്പൊ ഇതൊരു ഗിന്നീസ് റെക്കോർഡ്. 80ാമത്തെ വയസ്സിൽ ഒരു വലിയ കൈയടി. മാഷയുടെ 80ാമത്തെ വയസ്സിലും ആരോഗ്യമായിട്ട് നിന്ന് എത്രയോ പാട്ടുകൾ പാടാൻ ദൈവം എന്റെ ഗുരുവായൂരപ്പൻ എന്റെ ശക്തി നൽകിയിട്ടുണ്ട്. മാഷിന്റെ ഒരു സാന്നിധ്യം ഈ ഫ്ലോർ ഒരുപാട് അവാർഡ് എന്നുള്ളത് ഇതൊക്കെ നമ്മളല്ല ചെയ്യുന്നത്. അതെ, നമ്മളെ കൂടി ചെയ്യിക്കല്ലേ. ജനങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്. അപ്പൊ അവരുടെ സ്നേഹത്തിനാണ് നമുക്ക് ഏറ്റവും താല്പര്യം. ആ സ്നേഹത്തിന് മുമ്പിൽ നമ്മുടെ ഈ അവാർഡ് ഇതൊക്കെ നമ്മൾ സമർപ്പിക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ മാഷെ ഒരുപാട് സന്തോഷം. അത് മാത്രമല്ല ഈ ഒരു അവസരത്തില് നമ്മുടെ ജഡ്ജസിനെ എല്ലാവരെയും വേദിയിലോട്ട് സ്വാഗതം ചെയ്യാണ് നമ്മുടെ വിദ്യാധരൻ മാസ്റ്ററിനെ ആദരിക്കാൻ വേണ്ടിയിട്ട്. സോ ജഡ്ജസ് പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ്. ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യവും കൊടുത്ത് മാഷ് ഇനിയും ഒരുപാട് പാട്ടുകൾ കമ്പോസ് ചെയ്യും, ഒരുപാട് പാട്ടുകൾ പാടുകയും ചെയ്യട്ടെ. നമുക്കെല്ലാം സന്തോഷം പകരുന്ന ഒരുപാട് നല്ല പാട്ടുകൾ വീണ്ടും തരണം എന്ന് ഒരു അഭ്യർത്ഥനയാണ്. ഒപ്പം ഫ്ലവേഴ്സിൻ്റെ വക ഒരു പൊന്നാട. അപ്പൊ മാഷെ ഒരുപാട് സന്തോഷം. ഇത്ര സമയം നമ്മുടെ കൂടെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളും നല്ല നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഇനിയും വരണം കേട്ടോ ഞങ്ങളുടെ അടുത്ത്. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ ഐശ്വര്യമായിട്ട് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ സെമി ഫൈനലിന്റെ ഒരു എപ്പിസോഡ് ഇന്നിവിടെ അവസാനിക്കാനുള്ള സമയമാണ്. അടുത്ത ദിവസം നമ്മൾ അതിമനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡുമായിട്ട് കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.